ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 4 മീഡിയം സവാള അരിഞ്ഞത്, ഒരു 15 കുഞ്ഞുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 2 മീഡിയം തക്കാളി അരിഞ്ഞത്, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ: കടുക്, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഇതിവിടെ പൊടിച്ചെടുത്ത പൊടിയാണ്, ഗരം മസാലയുടെ പൊടി. പിന്നെ ഉപ്പ്, പിങ്ക് സോൾട്ടാണ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ചൂടാകുമ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ചെറുതായി ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചതും കൂടെ ചേർക്കും. ഇഞ്ചിയൊക്കെ ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർക്കണം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ പിങ്ക് സോൾട്ട് കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കാം. ഉള്ളിയൊക്കെ ചെറുതായി പാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓയിൽ കിടന്നൊന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വൃത്തിയാക്കി ചിക്കൻ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. സമയം തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്യും. തക്കാളി അരിഞ്ഞതും ചേർത്ത് മിക്സ് ചെയ്ത്
അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വരും. അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ചിലർ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കും. ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഈ സമയം നമുക്ക് 3/4 ഗ്ലാസ് ചൂടുവെള്ളം വയ്ക്കാം. എല്ലാം കൂടെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചൊരു 10 to 15 മിനിറ്റ് വരെ വേവിക്കാം. അടുപ്പ് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇളക്കിയ ശേഷം ഉപ്പ് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊരു 1 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. അടുപ്പം തുറന്ന് നോക്കാം. കറിയെല്ലാം വെന്ത് വച്ചിട്ടുണ്ട്. ഇത് നാടൻ രീതിയിലുള്ള കോഴിക്കറിയാണ്. നാടൻ കോഴിയല്ല, നാടൻ കോഴിയുടെ റെസിപ്പിയാണ്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. എന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 മണിക്കൂറിന് ശേഷം ഒരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇത് അപ്പം, ചോറ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോഴിക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. കോഴിക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. നാടൻ കോഴിക്കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.